ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 28-ന്. ഗവർണർ സന്തോഷ് കുമാർ ഗംഗ്വാറിനെ ഇന്ന് കണ്ട ഹേമന്ത് സോറൻ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. നിലവിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഹേമന്തിനോട് സത്യപ്രതിജ്ഞ വരെ താൽക്കാലിക ചുമതലയിൽ തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു. എന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ മഹാരാഷ്ട്രയിൽ ജയിച്ച മഹായുതിക്ക് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നത് സങ്കീർണമായ ദൌത്യമായിരിക്കുകയാണ്. ബിജെപി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസും നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ആർ കിരൺ ബാബു ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജാർഖണ്ഡിലെ പുതിയ മന്ത്രിസഭാ രൂപീകരണം, അതിൽ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിന് സുപ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. അതോടൊപ്പം മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് ഒരു കീറാമുട്ടിയായി മാറുകയാണോ മഹായുതിക്ക്? ആര്യ, നമുക്ക് ആദ്യം ജാർഖണ്ഡിലേക്ക് കടന്നാൽ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നതിൽ യാതൊരു സംശയവുമില്ല, അതിൽ യാതൊരു തർക്കവുമൊന്നുമില്ലാതെ അക്കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ഹേമന്ത് സോറൻ ഇന്ന് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവും ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് രാജി നൽകി പുതിയ സർക്കാർ രൂപീകരിക്കുന്ന സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച വരെ താൽക്കാലികമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തോട് ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോൺഗ്രസുമായി ചർച്ച നടത്തി കോൺഗ്രസിന് പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ചില വകുപ്പുകൾ അന്തിമ ധാരണയിൽ എത്തിയിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ കോൺഗ്രസിന് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് ജെഎംഎം അംഗീകരിച്ചതായിട്ടാണ് ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. എന്നാൽ കൃത്യമായ വകുപ്പുകൾ ഏതെല്ലാം എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അത് ഈ വ്യാഴാഴ്ചയോടുകൂടിയായിരിക്കും അത്തരം വിവരങ്ങൾ പുറത്തു വരിക. എന്തായാലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ടെന്നും കോൺഗ്രസുമായുള്ള ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അതിൽ സംതൃപ്തി പ്രകടിപ്പിക്കുന്ന സൂചനകളാണ് പുറത്തു നൽകിയിട്ടുള്ളത്. ആർജെഡിക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആർജെഡിക്കും നൽകുന്നുണ്ട്. എന്തായാലും അവിടെ കാര്യമായ തർക്കങ്ങൾ ഇതുവരെ എന്തെങ്കിലും പുറത്തു വന്നതായി സൂചനകളില്ല. സ്മൂത്തായി തന്നെ കാര്യങ്ങൾ നടക്കുന്നു. വകുപ്പ് വിഭജനവും മന്ത്രിമാർ ജെഎംഎമ്മിൽ നിന്ന് ആരെല്ലാം മന്ത്രിമാരാവും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അന്തിമ തീരുമാനം പക്ഷേ ആയിട്ടില്ല. അത് ഹേമന്ത് സോറൻ തന്നെയാണ് അക്കാര്യങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്. കൽപ്പന സോറൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഇത്തവണ പ്രചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച് പ്രചരണം മുന്നിൽ നിന്ന് അയച്ചത് കൽപ്പന സോറനാണ്. കൽപ്പന സോറനെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുമോ എന്നുള്ള അടക്കം വിഷയങ്ങൾ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരനും മന്ത്രിയാവുന്നു, ഭാര്യയും മന്ത്രിയാവുന്നു എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അക്കാര്യത്തിലും തീരുമാനം, അതിലാണ് ഒരു ആകാംക്ഷയുള്ളത്. ഇനി അതിലെന്താണ് തീരുമാനം എന്നുള്ളത്. മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആരാവണം എന്നതിൽ ഇപ്പോഴും ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് ഒന്നാമത്തെ സാധ്യത ഇപ്പോഴും ഉള്ളത്. ബിജെപി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ബിജെപി അവിടെ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിജെപിക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കണം എന്നുള്ളതാണ് ബിജെപിയുടെ ആവശ്യം. ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നീട് കഴിഞ്ഞ തവണ ശിവസേന പിളർത്തിക്കൊണ്ട് ഏക്നാഥ് ഷിൻഡെ പക്ഷത്തെ ബിജെപി പക്ഷത്തെ കൊണ്ടുവരുമ്പോൾ ഏക്നാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ ഉപമുഖ്യമന്ത്രിയാവാൻ ആദ്യം വിസമ്മതിച്ച ദേവേന്ദ്ര ഫട്നാവിസിനെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ചാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായത്. ഇത് എന്തായാലും ഇത്തവണ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാനുള്ള വഴിയില്ല. അതുകൊണ്ട് തന്നെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് തന്നെയാണ് മുഖ്യപരിഗണനയായി നിൽക്കുന്നത്. നാളെ ചിലപ്പോൾ സത്യപ്രതിജ്ഞ ഉണ്ടായേക്കും എന്ന മട്ടിൽ ചില സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ബിജെപി നേതാക്കളോ അല്ലെങ്കിൽ ശിവസേന നേതാക്കളോ ഇതുവരെയും അക്കാര്യത്തിലെ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ ചില മാധ്യമങ്ങളിലടക്കം അത്തരം ചില സൂചനകൾ വരുന്നുണ്ട്. ബിജെപിയിൽ നിന്ന് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ കൂടി പ്രഖ്യാപനം ഉണ്ടാവും. നാളെ തന്നെ സത്യപ്രതിജ്ഞ എന്ന മട്ടിലേക്കുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ അത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ബിജെപിക്കോ ഏക്നാഥ് ഷിൻഡെയും ശിവസേന പ്രധാനമായും ഉന്നയിക്കുന്നത് സീറ്റെണ്ണമല്ല നോക്കേണ്ടത്. ഏക്നാഥ് ഷിൻഡെ സർക്കാരിനുള്ള ഒരു തുടർ അംഗീകാരമാണ്, അതിന് ഭരണ തുടർച്ചയ്ക്കുള്ള അംഗീകാരമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നൽകിയത്. അപ്പോൾ ആ സർക്കാരിനെ തുടരാൻ കുറച്ചു കാലത്തേക്കെങ്കിലും, പൂർണ്ണമായും 5 വർഷവും തുടരാൻ കഴിഞ്ഞില്ലെങ്കിലും 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 1-2 വർഷത്തേക്കെങ്കിലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നുള്ള ചില ആവശ്യങ്ങൾ അവരും ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം RSSന്റെ 100ാം വാർഷികമാണ് അടുത്ത വർഷം. ആ സമയത്ത് നാഗ്പൂരിൽ RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ദേവേന്ദ്ര ഫട്നാവിസിനെ പോലെ ബിജെപിയുടെ ഒരു മുഖ്യമന്ത്രി വേണം എന്നുള്ളൊരു താല്പര്യം ചിലപ്പോൾ RSS നേതൃത്വത്തിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ചായിട്ടായിരിക്കും ഇതിൽ അന്തിമ തീരുമാനം വരിക. ഇന്ന് രാത്രിയോ നാളെയോ കൂടി തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരും എന്നുള്ള സൂചനകളാണ് നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. ശരി, ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിന്റെ